അന്തരിച്ച ചലച്ചിത്ര താരം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം രാവിലെ 9 മുതൽ 12 മണി വരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ള സിനിമാ താരങ്ങൾ ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കും. വൈകിട്ട് 4 മണിക്ക് ആലുവ കരിമാലൂരിൽ വീട്ടുവളപ്പിലാണ് സംസ്കാരം. അർബുദം ബാധിച്ച് ഏറെ നാളായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മ ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, 6 പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ ഒരു അമ്മയായി, മലയാള സിനിമയിലെ എല്ലാ താരങ്ങൾക്കും പ്രിയപ്പെട്ട ഒരു അമ്മയായി നിന്ന നടിയാണ് വിടവാങ്ങുന്നത്. അമ്മ റോളുകളിൽ ഒതുങ്ങിപ്പോയോ എന്ന അതിനപ്പുറത്തേക്ക് അഭിനയ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോഴും വലിയ നഷ്ടമാണ് സിനിമയ്ക്ക്, സാംസ്കാരിക കേരളത്തിന്. ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഗോകുൽ, ഇന്ന് ഏകദേശം 8:30 ലിസി ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കുക. അതിനുശേഷം കളമശ്ശേരിയിലുള്ള ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. 9 മണി മുതൽ 12 മണി വരെയാണ് അവിടെ പൊതുദർശനം. മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ള പ്രമുഖർ അങ്ങോട്ടേക്ക് എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കും എന്നാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ നിന്ന് കരിമാളൂരുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയും പൊതുദർശനമുണ്ട്. 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം എന്നാണ് ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ നാളായി കരിമാലൂരിലായിരുന്നു താമസം. ഈ രോഗം സ്ഥിരീകരിച്ച ശേഷം പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് തന്നെ ഇവിടെ തന്നെയായിരുന്നു. ഏകദേശം കഴിഞ്ഞ വർഷം മെയ്യോടുകൂടിയാണ് പൊന്നമ്മയ്ക്ക് ഇത്തരത്തിൽ അർബുദം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് നിരവധി തവണ ആശുപത്രിയിലേക്ക് പോകുന്ന ഘട്ടങ്ങളുണ്ടായാലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇത്തവണയും സമാനമായ രീതിയിൽ കവിയൂർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു അടുത്ത ബന്ധുക്കളും അതോടൊപ്പം സഹപ്രവർത്തകരുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അമ്മ വേഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി എന്ന് പൊതുസമൂഹത്തിനും സാംസ്കാരിക മേഖലയിലെ ആളുകൾക്കുമൊക്കെ പരാതി ഉണ്ടെങ്കിലും പൊന്നമ്മ ചേച്ചിക്ക് അത്തരത്തിലൊരു പരാതി ഉള്ളതായി നമുക്കറിയില്ല. കാരണം എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. സിനിമയ്ക്കകത്തുള്ളവർ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടത്തിൽ അവരോട് സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അവരൊരു അമ്മയായി മാറുന്ന സ്വഭാവം, അത്തരത്തിൽ ഉള്ള ആൾ കൂടിയാണ് അവർ. 12-ാം വയസ്സിലാണ് കലാരംഗത്തേക്ക് എത്തുന്നത്. ജി ദേവരാജൻ മാസ്റ്ററാണ് നാടക ഗാനരംഗം ആലപിക്കുന്നതിന് വേണ്ടി എത്തിച്ചത്. പിന്നീട് തൊപ്പിൽ ബാസിയാണ് അവരെ നാടകത്തിൽ നായികയാക്കുന്നത്, മൂലധനമെന്ന നാടകത്തിൻ്റെ ഭാഗമാക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കലാജീവിതം ആരംഭിക്കുന്നു. 14-ാം വയസ്സിൽ സിനിമയിലേക്ക് എത്തുന്നു. ഏറ്റവും ആദ്യത്തെ സിനിമ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയാണ്. അതിനുശേഷം 2021 ഇറങ്ങിയ ആണും പെണ്ണും വരെയുള്ള സിനിമയിലൂടെയുള്ള യാത്ര അത് വളരെ വലുതാണ്. ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് അത് കവിയൂർ പൊന്നമ്മ എന്ന പേജ് തന്നെയായിരിക്കും. കാരണം അത്രമേൽ അഭിനയ സമ്പത്തുണ്ട്, അത്രമേൽ സിനിമാ പാരമ്പര്യമുണ്ട്. ഏകദേശം 1000-ലധികം വരുന്ന സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. മികച്ച നടി എന്ന് എത്രയോ വട്ടം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്, നമ്മൾ സ്ക്രീനുകളിൽ കണ്ടതാണ്. 71, 72, 73 വർഷങ്ങളിൽ തുടർച്ചയായി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ആ ചേച്ചിക്ക് ലഭിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി സിനിമകളിൽ, അതായത് സൂപ്പർ സ്റ്റാറുകളോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന തരത്തിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു അഭിനയ പാഠവും അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ബിഹേവിയറൽ ആക്ടിങ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ തുടക്കം കവിയൂർ പൊന്നമ്മയിലൂടെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. സ്വസിദ്ധമായ ശൈലിയിൽ ഒരു തരത്തിലുള്ള ഏച്ചുകെട്ടലുമില്ലാതെ നൽകുന്ന കഥാപാത്രങ്ങൾ സ്ക്രീനിൽ എത്തിക്കുക എന്ന് വളരെ വ്യക്തമായി അവർ ചെയ്തിരുന്നു. ഒരമ്മയുടെ കരച്ചിലും സഹോദരിയുടെ കരച്ചിലും ഒക്കെ മലയാളി സ്ക്രീനിൽ കണ്ട് മലയാളികൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ കവിയൂർ പൊന്നമ്മയുടെ സങ്കടമായിരിക്കും. സിനിമയിൽ കവിയൂർ പൊന്നമ്മ കരഞ്ഞാൽ സ്വാഭാവികമായും പ്രേക്ഷകനും കരയുന്ന കാഴ്ചകളൊക്കെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അത് അവരോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാമാണ്. മലയാളികൾക്ക് വാത്സല്യം എന്ന ഇതിന്റെ മറുപേരായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന് ഉറപ്പിച്ചു. മലയാള സിനിമയിലെ അമ്മ മുഖമാണ്, വാത്സല്യത്തിൻ്റെ പര്യായമായ നടിയാണ്. ഒരുപാട് നടിനടന്മാർ അവരുടെ വ്യക്തിപരമായ കൂടി സങ്കടം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാലും തീരാനഷ്ടം മലയാള സിനിമയ്ക്ക്.